സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. ബോർഡിങ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ ലോഞ്ചൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ബോർഡിങ് ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ഇരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഡാലസിലേക്കാണ് പോകുന്നത്. US ടെക്സസിലെ ഡാലസിലേക്കാണ് പോകുന്നത്. സോ നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് പിന്നും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായി, അതൊക്കെ കഴിഞ്ഞു. ബോർഡിങ് ഗേറ്റ് US പോകുന്ന ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തുനിന്ന് US പോകുന്ന എല്ലാ ഫ്ലൈറ്റുകളിലും രണ്ടാമത്തെ ബോർഡിങ് ഗേറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടാവും. സോ അത് നിങ്ങൾ നോക്കുക. വേറൊന്നും സാധനങ്ങൾ വെള്ളം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ലോഞ്ച് ഉപയോഗിച്ച് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ അതെങ്ങനെ പറഞ്ഞാൽ പ്രയോറിറ്റി പാസ് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആദ്യത്തെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്. ലോകത്തിന് എവിടെ പോയാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലോഞ്ച് കിട്ടും. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ തന്നെ ലോഞ്ചിൽ തന്നെ ഫുഡ്, അൺലിമിറ്റഡ് ഫുഡും അവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ അല്ലാതെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടാവും, ന്യൂസ് പേപ്പർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാ സംഗതികളും. സോ നിങ്ങൾക്ക് എത്ര സമയമാണെങ്കിലും അവിടെ ചിലവഴിക്കുക. ഓരോ ലോഞ്ചിനും ഓരോ ഫെസിലിറ്റീസ് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ആപ്പിലെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പോവുക. സോ ഇതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. സോ അതുവരെ കാത്തിരിക്കുക. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണ്. ഡാലസിലേക്ക് പോകുന്നത്. സോ ഈ ഖത്താർ എയർവേസ് നമ്മൾ ഡാലസിൽ എന്തിനാണ് ബുക്കാക്കി പറഞ്ഞാൽ ഖത്താർ എയർവേസിൻ്റെ എയർബസിൻ്റെ 350,000 എന്നൊരു എയർക്രാഫ്റ്റാണ്. അതിൻ്റെ എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഫ്ലൈറ്റിലേക്ക് ബുക്കാക്കിയത്. 16 hours ഫ്ലൈറ്റാണ് കണ്ടിന്യൂസ് ഡാലസിലേക്ക് ഖത്താറിന്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ആദ്യം നമ്മൾ ചിക്കാഗോ പോയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഫ്ലൈറ്റ് ലോങ് ഫ്ലൈറ്റിലാണ്. സോ പ്രശ്നമൊന്നുമില്ല, നല്ല എയർക്രാഫ്റ്റാണ്. അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക, ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ തരും, കുടിക്കാനൊക്കെ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഫ്ലൈറ്റിൽ. പക്ഷേ എനിക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം വെച്ചാൽ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഭയങ്കര ബുക്ക്ഡാണ്, ഫുള്ളി ബുക്ക്ഡാണ്. സോ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണിക്കാം. അപ്പം നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയാലോ? Before using the slide. To remind yourself of the safety aspects of this aircraft, please read the safety card, which is in your seat pocket. And if you have any questions, our cabin crew will be happy to help. If you are traveling in the premium cabin, the Q Suite safety card is available in your suite, which highlights emergency exit procedures in case the suite door is jammed in the closed position. Please read this carefully. To help the cabin crew with final preparations for takeoff, please ensure your seat is in the fully upright position, your window blind is open, your tray table is folded away, and your seatbelt is fastened. The Q Suite door will be locked in open position by the crew, and it should remain open for taxi, takeoff and landing. Thank you for your attention, and enjoy your flight with Qatar Airways. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഡാലസിൽ ഇറങ്ങിയ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷന് സുഖമായിട്ടുണ്ടായി. ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. US വീസ എങ്ങനെ എടുക്കുക, എമിഗ്രേഷൻ എങ്ങനെ എടുക്കുക പറഞ്ഞിട്ട് രണ്ടും വീഡിയോ ചെയ്തായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഐ ബട്ടൺ കാണില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ US വീസ എങ്ങനെ എടുക്കാം ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ, പിന്നെ എമിഗ്രേഷൻ എങ്ങനെ സുഖമായിട്ട് US എമിഗ്രേഷൻ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. സോ നിങ്ങൾക്ക് താഴെ കാണാം. നമ്മളൊന്നും ചോദിച്ചില്ല, ജസ്റ്റ് അഡ്രസ്സ് ചോദിച്ചു, എവിടെ താമസിക്കണം പറഞ്ഞിട്ട് എയർബിഎൻബിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ടു US പറഞ്ഞിട്ട് സീലടിച്ചിട്ട് പുറത്തേക്ക് വിട്ടു. നമ്മൾ പിന്നെ ലഗേജ് കളക്ട് ചെയ്തു. അവിടെ നിന്നു നമ്മൾ എന്താ ചെയ്ത് പറഞ്ഞാൽ
ബാഗ് എടുത്തിട്ട് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴേക്ക് കസ്റ്റമേഴ്സ് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും ബാഗ് അവിടെ വെച്ചിട്ട് സൈഡിലേക്ക് വരുന്നത്. സോ നമ്മൾ സൈഡിലേക്ക് വന്നു. അപ്പോൾ തന്നെ നായ വെട്ടിയിട്ട് അവരെല്ലാം മണപ്പിച്ച് നോക്കി. ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് ഒരു ലഗേജ് മാത്രം അവർ മാറ്റി വെച്ചു, അത് എന്തോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബാക്കി എല്ലാവരും നമ്മളെല്ലാവരും വിട്ടു, ഒരു പ്രശ്നം ഉണ്ടായില്ല. സോ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് ഊബറിൻ്റെ സ്പോട്ട് എവിടെ പറഞ്ഞിട്ട്. യൂബർ എല്ലാ സ്ഥലത്തും വരില്ല, അതിൻ്റെ സ്പോട്ട്. സോ ഊബറിൻ്റെ സ്പോട്ട് എല്ലാ സ്ഥലത്തിലും ഉണ്ടാവില്ല, എയർപോർട്ടിൻ്റെ എല്ലാ സ്ഥലത്തും നിൽക്കില്ല ഊബർ. സോ അതിൻ്റെ സ്പോട്ട് ഡെസിഗ്നേറ്റഡ് സ്പോട്ട് ഉണ്ടാവും. ആ സ്പോട്ട് ആദ്യം പോയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് വൈഫൈ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഊബർ ബുക്കാക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കുകയാണ്. സോ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, അവിടെ പോയി നിൽക്കുക. സോ എപ്പോൾ വരുമെന്ന് കാണാൻ പറ്റില്ല ലൈവായിട്ട്, പക്ഷേ നിങ്ങൾക്ക് വരുമ്പോൾ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കയറുക. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ കയറി ഞങ്ങളിപ്പോൾ എയർബിഎൻബിയിൽ പോയിട്ടിരിക്കുക സുഹൃത്തുക്കളെ. സോ നമ്മളവിടെ പോയിട്ട് എന്താ പറഞ്ഞിട്ട് ഇപ്പോൾ എയർബിഎൻബിയുടെ ടൂർ നിങ്ങൾക്ക് കാണിക്കുക ഈ വീഡിയോയിൽ. എങ്ങനെയുണ്ട് US എയർബിഎൻബി ഡെക്സ്. നമ്മളിവിടെ 5 ദിവസമുണ്ട്, 5 days ഉണ്ട്. സോ നമുക്ക് അടിച്ചു പൊളിക്കുക ഡാലസിൽ. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്യൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇത് എന്തെങ്കിലും ഉപകാരം പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഓക്കെ സുഹൃത്തുക്കളെ. Sojith on the right. This is it? Yeah, this is it. All right. Thank you, Master. Thank you. No problem. Thank you. All right. Thank you. Thank you very All right, much. have a See good you. day. Bye-bye. Thank you. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ എയർബിഎൻബിൻ്റെ ഉള്ളിലാണ്. പുറത്ത് ഇരുട്ടായതുകൊണ്ട് പിന്നെ മഴ വരുന്നതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് സോഫ സ്റ്റുഡിയോ ടൈപ്പുള്ള അപ്പാർട്ട്മെൻറ്റാണ്, സ്റ്റുഡിയോ ആണ് ഇത്. സോ ഇവിടെ തന്നെ നമുക്ക് എടുക്കാനുള്ള ബെഡും ഉണ്ട്, നല്ലവണ്ണം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം. പിന്നെ ഇവിടെ എല്ലാം മിററും പിന്നെ ഡ്രവറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇത് ബാത്റൂമാണ്, ഷവർ ബാട്ടബിൽ തന്നെ മുകളിൽ ഷവർ വെച്ചിരിക്കാറ്. പിന്നെ ഇവിടെ ഇത് ചെറിയൊരു അടുക്കളയാണ്, കിച്ചണാണ്. സോ നിങ്ങൾക്ക് കാണാൻ സ്റ്റൗവൊക്കെ ഉണ്ട്, പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നല്ലൊരു ഫ്രിഡ്ജും ഉണ്ട്. നമുക്ക് ഇവിടെ 5 ദിവസമുണ്ട്, അടിച്ച് പൊളിക്കാം. അത് കാണുന്നവരെ നമുക്ക് വളരെ ടയേർഡായിരിക്കുന്നു ഇപ്പോൾ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.